കുട്ടിയില്ല, അതെവിടെയോ പോയി. ഏതായാലും ഇത് കാണുമ്പോൾ അന്നത്തെ സുന്ദര നിമിഷങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തു പോകുന്നു. കുതിരവണ്ടിയിൽ കയറി ഒരു രാജ്ഞിയെ പോലെ എന്തെല്ലാം കാഴ്ചകളായിരുന്നു അവിടെ. കൊട്ടാരത്തിന്റെ പൂമുറ്റത്തുള്ള ആഹ്ലാദവും പൂക്കളും പുൽത്തകിടിയും ഒക്കെ കൂടി ഹായ്, എന്ത് രസമായിരുന്നു. പിന്നെ നൃത്തശാലയിൽ ചെന്നപ്പോലെ ദീപാലങ്കാരവും വാദ്യമേളവും ചിത്രപ്പണികളും എല്ലാം ഒന്ന് കണ്ടു കൊതുതീരുന്നതിന് മുമ്പ് രാജകുമാരൻ പിന്നീട് ആ കുമാരനും ഒന്നിച്ചുള്ള നൃത്തം ഞാനെന്നെ നാണിച്ചു പോയി. എന്നെ ഏറെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ഞാൻ ആദ്യമായല്ലേ യുവാവിനെ കൈപിടിക്കുന്നത്, അതും രാജകുമാരന്റെ. ആ മുഖത്തെ തേജസ് ഞാൻ കോരിത്തരിച്ചു പോയി. എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്? മോശം. ഏതായാലും ഈ സന്തോഷം എന്റെ നല്ലവനായ ദൈവം എനിക്ക് നൽകിയതാണ്. ചിറ്റമ്മയും മറ്റുമായിരിക്കും. ഈ ചെരുപ്പ് ഒളിച്ചു വെക്കട്ടെ. താ വരുന്ന ചിറ്റമ്മേ. പട്ടാളക്കാരൻ ഇവിടെ ആരുമില്ലല്ലോ. എന്താ എന്താ? പേടിക്കണ്ട കുട്ടി, വളരെ ഗൗരവമായ ഒരു കാര്യത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ മറ്റാരും. ചിറ്റമ്മയും കുട്ടികളും അവരിവിടെ അടുത്ത വീട്ടിലുണ്ട്. വിളിക്കട്ടെ? ആ, വിളിക്കൂ. ആ പെൺകുട്ടി നമ്മളെ കണ്ട് പകച്ചു പോയെന്ന് തോന്നുന്നു. വീട് തോറും കയറിയിറങ്ങി എല്ലാവരെയും പേടിപ്പിക്കുന്നതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ജോലി. എന്ത് ചെയ്യാം, ഒരെത്തും പിടിയുമില്ലാത്ത ഒരു യാത്രയല്ലേ. നാടായ നാടെല്ലാം ചുറ്റിക്കറങ്ങി, വീടായ വീടെല്ലാം കേറിയിറങ്ങി, ഈ ചെരുപ്പിട്ടെന്ന ചേരുന്നോരാണ് ഇതുവരെ എങ്ങുമേ ഇല്ല. എത്ര ചെരുപ്പ് കുത്തികളെ കണ്ടു, എത്ര കടകളിൽ കയറി, എന്നിട്ടോ ഈ ചെരുപ്പിന്റെ പേരൊന്ന് വേറെ കാണണ്ട. അതാരുടെയെങ്കിലും കയ്യിലില്ലാതെ വരുമോ? തീർച്ചയായും ഈ ചെരുപ്പിന്റെ കാര്യം അറിയാതെ എങ്ങനെ? രാജകുമാരൻ പറഞ്ഞതുപോലെ ഇത് സാധാരണ ചെരുപ്പല്ല. രാജകൊട്ടാരത്തിൽ പോലും ഇത്തരം ചെരുപ്പില്ല. അപ്പോൾ ഈ നാട്ടിലുണ്ടാക്കുന്നതല്ല എന്ന് വന്നാലോ? അങ്ങനെയും വരാം. ആ, ഇതാ വീട്ടുകാരെത്തിയല്ലോ. 3 പേരും നിങ്ങളുടെ മക്കളാണ്. ഇവർ രണ്ടുപേരും എന്റെ മക്കളാണ്. ഇവൾക്ക് അച്ഛനും അമ്മയുമില്ല. ഞാനാണ് തീറ്റിപ്പോറ്റുന്നത്. എന്താ കാര്യം? ഞങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന സേവകന്മാരാണ്. ദാ ഈ ചെരുപ്പിട്ട് നോക്കിയാൽ പാകമാകുന്ന പെൺകുട്ടിയാണ് രാജകുമാരൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ നോക്കിയാട്ടെ? അനീറ്റ, നിന്റെ കാലിൽ ഇട്ടു നോക്കൂ.
അങ്ങനെ ഒരു വശം കയറി. ഇനി മറ്റേ വശം കൂടി ബലമായി കയറ്റണം. അങ്ങനെ ബലം പിടിക്കണ്ട, പാകമാകുന്നെങ്കിൽ മതി. എന്റെ പാദത്തിന് വണ്ണം കൂടുതലാ. ഇനി നിഷ നോക്കട്ടെ. നീ എന്താ തോണു പോലെ നോക്കി നിൽക്കുന്നത്? അടുക്കളയിൽ ചെല്ലടി. ഞങ്ങളുടെ അടുക്കളക്കാരിയാ. ഓഹോ, അവളൊരു അനാഥയായതുകൊണ്ടാണല്ലേ? ആ, അത് തന്നെ കാര്യം. ഇതാ എന്റെ കൈ എളുപ്പം കയറി. അയ്യോ, ഊരിപ്പോയല്ലോ. അപ്പോ രണ്ടുപേർക്കും പറ്റില്ല. ഇനിയിപ്പോ അടുക്കളക്കാരി കൂടെ ഒന്ന് നോക്കട്ടെ. വേണ്ട